ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 54, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. തസ്മിൻ കാലേ കാളിയക്ഷേളദർപ്പാം സപ്പാരാദേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാൻ ത്വത്പാദാംബോജവാജാ പക്ഷിക്ഷിപ്താസ്തു ദുരാപം പയോഗാൻ. അന്വയം. അർത്ഥം. തസ്മിൻ ആ കാലേ സമയത്തെ, കാളിയൻ, ക്ഷേളദർപ്പാൻ വിഷാദിക്ക് നിമിത്തമുണ്ടായ മതത്താൽ, സപ്പാരാരെ ഗരുഡനെ കൽപ്പിതം തയ്യാറാക്കപ്പെട്ട, ഭാഗം ആഹാരം, അശ്നൻ ഭക്ഷിക്കുന്നവനായിട്ട്, ത്വത്പാദാംബോജ ഭാജ അങ്ങയുടെ പാദപത്മത്തെ ഭരിക്കുന്നവനായ, തേന ആ ഗരുഡൻ, ക്രോധാൻ കോപം നിമിത്തം, പക്ഷക്ഷിപ്ത ചിറകുകൊണ്ട് പ്രഹരിക്കപ്പെട്ടവനായി ഭാവിച്ചിട്ട്, തദ്ദുരാപം ആ ഗരുഡനെ പ്രാപിക്കാൻ വയ്യാത്ത, പയഹ കാളന്തി ജലത്തെ അഗാത് പ്രാപിച്ചു. ഹരിയോ. സാരം. സർപ്പസമൂഹം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഗരുഡനെ ബലി നൽകി വന്നിരുന്നു. കാളിയൻ എന്ന സർപ്പരാജാവ് സ്വന്തം ശക്തി കൊണ്ട് മതാന്തനായി അത് കഴിച്ചു. കോപിച്ച ഗരുഡൻ തൻ്റെ ഇടത് ചിറകുകൊണ്ട് കാളിയനെ പ്രകരമേൽപ്പിച്ച് അവശനാക്കി. പരവശനായ കാളിയൻ ഭയചകിതനായി ഗരുഡൻ പ്രവേശിക്കാത്ത യമുനാ നദിയെ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃച്ച വിക്ഷദാക്ഷേളവേഗാൻ പക്ഷിവ്രാതാ പേദൂൻ അഭ്രേ പതന്ത കാരുണ്യാർദ്രം തന്മനസ്തേന ജാതം. അന്വയം. അർത്ഥം. ഘോരേ ഭയങ്കരമായ, തസ്മിൻ ആ സൂരജാ നീരവാസി യമുനാജലത്തിൽ വസിക്കുമ്പോൾ, തീരെ തീരത്തിലുള്ള വൃക്ഷങ്ങൾ, ക്ഷേളവേഗാൻ വിഷശക്തിയാൽ, വിക്ഷത നശിച്ചു, അഭ്രേ ആകാശത്തിൽ, പതന്തക പറക്കുന്ന, പക്ഷിവ്രാതാഹ പക്ഷിസമൂഹങ്ങൾ, പേതു താഴെ പതിച്ചു, തേന അതിനാൽ, തന്മന അങ്ങയുടെ മനസ്സ്, കാരുണ്യാദ്രം കരുണ കൊണ്ട അലിഞ്ഞതായി, ജാതം ഭവിച്ചു. സാരം. കാളിയൻ കാളിന്തിയിൽ കഴിയുമ്പോൾ തീരവൃക്ഷങ്ങളും ആകാശത്ത് പറക്കുന്ന പക്ഷികളും വിഷജ്വാല കൊണ്ട് പ്രാണനെ വെടിഞ്ഞ് യമുനയിൽ പതിക്കുന്നത് ഭഗവാന്റെ ദയാർദ്രമായ ഹൃദയത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. ഹരി ഓം.